ഗുഡ് മോർണിംഗ് ഓൾ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോവർട്ടി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ അല്ലെ ഫോർത്ത് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പോവർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ എസ്റ്റിമേറ്റഡ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദ എസ്റ്റിമേറ്റഡ് മിനിമം കാലറി ഇൻടേക്ക് ഫോർ എ റൂറൽ പേഴ്സന്റെ മിനിമം കാലറി ഇൻടേക്ക് എത്രയാണെന്നാണ് നമുക്കറിയാം. 2400 ആണ് അല്ലെ, 2400 ആണ്. ഇനി അർബൻ ഏരിയാസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം 2100 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 2100 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2100. അടുത്ത ക്വസ്റ്റ്യൻ, ഹു പബ്ലിഷസ് ദ ഒഫീഷ്യൽ ഡേറ്റ ഓൺ പോവർട്ടി ഇൻ ഇന്ത്യ? അതായത് ഇന്ത്യയിലെ പോവർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഒഫീഷ്യൽ ഡേറ്റ പബ്ലിഷ് ചെയ്യുന്ന ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം പ്ലാനിംഗ് കമ്മീഷൻ ആണ് അല്ലെ. പ്ലാനിംഗ് കമ്മീഷൻ ആണ്, നമ്മൾ പഠിച്ചതാണ്. ഐഡന്റിഫൈ ആൻഡ് ആന്റി പോവർട്ടി പ്രോഗ്രാം ഇൻ ഇന്ത്യ. അതായത് പോവർട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഇതിൽ ഏതാണ്? REGP, PMRY, JRY, ഓൾ ദ എബോവ്. നമുക്കറിയാം ഇതെല്ലാം അല്ലെ. REGP റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, PMRY, JRY ജവഹർ റോസ്ഗാർ യോജന, അതുപോലെ തന്നെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റി പോവർട്ടി പ്രോഗ്രാം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത്, ഇത് ഔട്ട് ഓഫ് നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ ഡയറക്ട്ലി മെൻഷൻ ചെയ്യാത്തൊരു പരിപാടിയാണ്. ഇൻഫ്ലേഷൻ ഈസ് എ സിറ്റുവേഷൻ ഓഫ് ജനറൽ പ്രൈസ് ഇൻക്രീസ് ഇൻ പ്രൈസ് ലെവലാണ്. അതെ അല്ലെ, നിങ്ങൾക്കറിയാം. അതായത് നമ്മുടെ വിലക്കയറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഫ്ലേഷൻ അല്ലെ, പണപ്പെരുപ്പമാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സാധനങ്ങളുടെ വില കൂടുന്നതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്, അക്കോർഡിംഗ് ടു 2001 സെൻസസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ലീവ് ബിലോ പോവർട്ടി ലൈൻ ഇൻ ഇന്ത്യ. അതായത് BPL കാറ്റഗറിയിൽ എത്ര പേര് ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കറക്റ്റ് റേഷ്യോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെർസെൻറ്റേജ് 26.1% ആണ് കേട്ടോ. 26.1% ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അടുത്തത്, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത് എന്നാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വെൻ വാസ് NREGP സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ? അത് വർഷം വന്നിട്ട് 2 ഫെബ്രുവരി 2006 ആണ് കേട്ടോ. 2006 ഫെബ്രുവരി 2. ഗീവ് ദ ന്യൂ നെയിം ഓഫ് NREGP. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. NREGP പേര് മാറി വന്നതാണ് നമ്മുടെ MGNREGS എന്ന് പറയുന്നത് അല്ലെ. മൻരേഗ അല്ലെ, മൻരേഗ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ MGNREGA അഥവാ മൻരേഗ അല്ലെങ്കിൽ GS സ്കീമായിട്ടാണ് ഇപ്പം പറയുന്നത്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്താണ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നുള്ളതാണ്. ജനറേഷൻ അല്ല, ഗ്യാരണ്ടി പ്രോഗ്രാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അത്രയാണ് നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സെറ്റ് ആൻ എക്സാമ്പിൾ ഈച്ച് ഓഫ് സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻ റൂറൽ ആൻഡ് അർബൻ ഏരിയാസ്. അപ്പൊ അതിനുള്ള എക്സാമ്പിളുകൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻ റൂറൽ ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് REGP പറയാം അല്ലെ. റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം പറയാം, REGP. സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻ അർബൻ ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന, SJSRY എന്നുള്ളത് എടുക്കാം. ഓക്കെ, അപ്പൊ അത് രണ്ടും പഠിച്ചു വെച്ചിരിക്കുക. പോയിന്റ് ഔട്ട് ദ കോസസ് ഓഫ് അർബൻ പോവർട്ടി. അർബൻ പോവർട്ടിക്ക് കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ പോവർട്ടി രണ്ടിടത്തും ഉണ്ട് അല്ലെ. റൂറൽ ഏരിയയിലോ അർബൻ ഏരിയയിലോ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അർബൻ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ അർബൻ മൈഗ്രേഷൻ ആണ് അല്ലെ. നമ്മൾ പഠിച്ചു റൂറൽ അർബൻ മൈഗ്രേഷൻ ആണ്. അതായത് റൂറൽ ഏരിയയിൽ നിന്ന് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അർബൻ ഏരിയയിലേക്ക് പോകുന്നത് ഒരു കാരണമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ മോഡേൺ ഇൻഡസ്ട്രീസ് അല്ലെ, ഈ പറയുന്നത് പോലെ എന്താണ് അൺസ്കിൽഡ് ആയതുകൊണ്ട് തന്നെ റൂറൽ ഏരിയാസിന് മോഡേൺ ഇൻഡസ്ട്രീസ് ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഏതെങ്കിലും 2 റീസൺ എഴുതിയാൽ മതിയാവും. വാട്ട് ഈസ് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം? ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1970-കളിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിന് മണിക്ക് പകരം ഇപ്പോൾ എന്തായിരിക്കും? ഫുഡായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഫുഡായിരിക്കും. അപ്പോൾ അവർക്ക് മിനിമം ഒരു ഫുഡ് കിട്ടുമല്ലോ കഴിക്കാൻ. അപ്പോൾ അതുവഴി അവരുടെ പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ പോവർട്ടി പോലത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ ഡയറക്റ്റ്ലി മെൻഷൻ ചെയ്യാത്തൊരു കാര്യമാണ് അബ്സല്യൂട്ട് പോവർട്ടിയും റിലേറ്റീവ് പോവർട്ടിയും തമ്മിലുള്ള വ്യത്യാസം.
ആബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മിനിമം നീഡ്സ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് ജീവിച്ചു പോകാനുള്ള ഒരു മിനിമം ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറയുന്നത്. റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും വേറൊരാളെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ, അതായത് വേറൊരാളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പുവർ ആണോ അല്ലയോ എന്ന് നോക്കുന്നതാണ് ആപേക്ഷിക ദാരിദ്ര്യം എന്ന് പറയുന്നത്. ആബ്സല്യൂട്ട് പോവർട്ടിയും അതുപോലെ തന്നെ റിലേറ്റീവ് പോവർട്ടിയും. ഓക്കെ, ആബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ബേസിക് നീഡ്സ് കിട്ടുന്നില്ല, ഹെൽത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് ഇൻകം കുറവായതുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതേസമയം റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ ഇൻകമായിട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പുവർ ആണോ റിച്ച് ആണോ എന്ന് നോക്കുന്നതാണ് റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുന്നത്, ഇൻ റിലേഷൻ ടു അതേഴ്സ്. ഓക്കെ, അതാണ് അവിടെ പഠിക്കേണ്ടത്. അപ്പോൾ അത്രയാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഓഡ് വൺ ഔട്ടാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അതായത് ഇതിനകത്ത് ഒരെണ്ണം കൂട്ടത്തിൽ പെടത്തില്ല. അപ്പോൾ PDS, ICDS, MDMS അതായത് മിഡ് ഡേ മീൽ സ്കീം, NREGP ഇങ്ങനെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തതെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം PDS, ICDS, MDMS ഒക്കെ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമുകളാണ്, അല്ലെ, ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്. NREGP അതല്ല. NREGP എന്ന് പറയുമ്പോൾ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആണ്, അല്ലെ, അത് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ്. റൈസ്, വീറ്റ്, പൾസസ്, റബ്ബർ, ഈ റൈസും വീറ്റും പൾസസും ഒക്കെ നമ്മൾ കൂടുതലും ഈ എന്താണ് സപ്ലൈകോ ഒക്കെ വഴി അല്ലെ ഫുഡ് ക്രോപ്സ് ആയിട്ട് കണക്കാക്കുന്നതാണ്. പക്ഷെ റബ്ബർ എന്ന് പറയുന്നത് ഒരു ക്യാഷ് ക്രോപ്പാണ്, അല്ലെ, റബ്ബർ എന്ന് പറയുന്നത് ഒരു ക്യാഷ് ക്രോപ്പ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ റബ്ബർ ഒന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഈ പറയുന്ന PDS അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി കൊടുക്കാറില്ല. RLEGP, PMRY, NREGP, NSO എന്ന് പറയുമ്പോൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. ബാക്കി കൊടുത്തിരിക്കുന്നതെല്ലാം ഓരോ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമുകളാണ്, അല്ലെ, ഇതെല്ലാം ഓരോ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമുകളാണ്, ഓർത്ത് വെച്ചിരിക്കുക. നെയിം എ ഫ്യൂ വിമൻ ഓറിയന്റഡ് പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കേരളത്തിലെ കുടുംബശ്രീ ഓർത്ത് വെച്ചിരിക്കുക, അല്ലേ, കേരളത്തിലെ കുടുംബശ്രീ. അതല്ലാതെ ഇവിടെ ഒരു 3 എക്സാമ്പിൾ, ഇത് ടെക്സ്റ്റിൽ ഡയറക്റ്റ്ലി മെൻഷൻ ചെയ്യുന്നില്ല, എന്നാലും ഓർത്ത് വെച്ചിരിക്കുക. പഞ്ചദാര യോജന, കാമധേനു യോജന, അപ്പനി ബേട്ടി അപ്പനി ധൻ യോജന, കേട്ടോ, ഇതുകൂടെ ഓർത്ത് വെച്ചിരിക്കുക. പോവർട്ടി ലൈൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അല്ലേ, നമുക്കൊരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലേ, നമുക്കൊരു അത്യാവശ്യം നല്ല രീതിക്ക് ബേസിക് ലിവിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ആ ഒരു വരുമാന ചെലവിനെയാണ്, അല്ലേ, ആ ഒരു വരുമാനത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ചെലവിനെയാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോവർട്ടി ലൈൻ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻ അത്രയും വരും. ഇനി നമുക്ക് 4 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Suppose you are from a poor family and wish to get help from the government to set up petty shops. അപ്പോൾ ഏത് സ്കീമിന്റെ കീഴിലായിരിക്കും നിങ്ങൾക്ക് അസിസ്റ്റൻസ് കിട്ടുന്നത്, എന്തുകൊണ്ടെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളൊരു പാവപ്പെട്ട വീട്ടിൽ നിന്നാണ്, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വീട്ടുകാരുടെ അതായത് സഹായം കിട്ടണം. അപ്പോൾ നിങ്ങൾ ഏത് സ്കീമിന്റെ കീഴിലായിരിക്കും ആ ഒരു സഹായം കിട്ടുന്നതെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല എങ്ങനെ അതിനൊരു സൊല്യൂഷൻ കാണും എന്നുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് എക്സാമ്പിളുകൾ എഴുതാം. അതായത് ഇപ്പം എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ NREGP പോലത്തുള്ള, അല്ലേ, NREGP പോലത്തുള്ള സ്കീമുകളൊക്കെ വഴി നമുക്ക് ഹെൽപ്പ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ പറയാം. അപ്പോൾ അതാണ്ട് ഇവിടെ കുറച്ച് സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് എങ്ങനെയൊക്കെ ഈ പറയുന്ന വില്ലേജ് ലെവലിലുള്ള പോവർട്ടി ഇല്ലാതാക്കാം, അതായത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലും ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടാക്കാം, ഗ്രാമപ്രദേശത്തിലുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കാം, അതുപോലെ തന്നെ ചെറിയ ചെറിയ കൈത്തൊഴിലുകളൊക്കെ അവരെ പഠിപ്പിക്കാം, അതുപോലെ ഹെൽത്ത് അതുപോലെ വൃത്തിയെക്കുറിച്ചൊക്കെ അവർക്ക് അവയർനെസ് കൊടുക്കാം, ബോധവൽക്കരണം നടത്താം. അതുപോലെ തന്നെ ഗവൺമെന്റ് പല പല സ്കീമുകളെ കുറിച്ച് അവർക്കൊരു ബോധം കൊടുക്കണം, അല്ലേ. പിന്നെന്താണ് സ്കൂളുകൾ, റോഡുകൾ, ഹോസ്പിറ്റലുകൾ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം അങ്ങനെ നമുക്ക് എന്താണ് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കോസസ് ആണ്. പോവർട്ടി ഉണ്ടാവാൻ, ദാരിദ്ര്യം ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പോവർട്ടി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓരോ വ്യക്തികളുടെ അവസ്ഥ പോലെ ഇരിക്കും, അല്ലേ. ഇപ്പം ചില ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല, സ്കിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മതിയായിട്ടുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഡിസ്ക്രിമിനേഷൻ, അല്ലേ, ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, കളറൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഇന്ത്യയിലൊക്കെ അത് നന്നായിട്ടുണ്ട്. പിന്നെ സ്കൂളിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്, അല്ലേ. അതുപോലെ തന്നെ സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ ഇൻഇക്വാളിറ്റി, അസമത്വങ്ങൾ മറ്റൊരു പ്രശ്നമാണ്. സോഷ്യൽ എക്സ്ക്ലൂഷൻ, നമുക്കറിയാം SC ST വിഭാഗങ്ങളെയൊക്കെ ഇപ്പോഴും നമ്മൾ സമൂഹത്തിന്റെ ആ ഒരു പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്താനാണ് ശ്രമിക്കുന്നത്. അൺഎംപ്ലോയ്മെന്റ്, അല്ലെ, തൊഴിലില്ലായ്മ, അതുപോലെ കടക്കെണി. പിന്നെന്താണ് എല്ലാവർക്കും ഈക്വലായിട്ട് നമ്മുടെ നാട്ടിൽ മുകേഷ് അംബാനി ഉണ്ട്, ഏറ്റവും പാവപ്പെട്ടവനുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് റീസൺസ് ആയിട്ട് പറയാം. അപ്പോൾ ആ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ വ്യക്തികളെ ചേർത്ത് നമ്മൾ പറയുന്നതാണ് ആഗ്രിഗേറ്റ് പോവർട്ടി. അപ്പോൾ ആഗ്രിഗേറ്റ് പോവർട്ടി പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്.
അതായത് ഗവൺമെന്റ് മതിയായിട്ടുള്ള ക്യാപിറ്റൽ ഫോർമേഷൻ നടത്തുന്നില്ല, അതായത് ഇൻഫ്രാസ്ട്രക്ചർ സംഭവങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല. അതുപോലെ തന്നെ ആൾക്കാർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡിമാൻഡ് കുറവായിരിക്കും അല്ലേ, സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു ചോദനം കുറവായിരിക്കും. പിന്നെ പോപ്പുലേഷൻ കൂടുന്നത് പ്രശ്നമാണ്. അതുപോലെ തന്നെ വെൽഫെയർ ക്ഷേമ പദ്ധതികളൊക്കെ ഇന്ത്യയിൽ കുറവാണ്. അപ്പം അതൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, അടുത്തത് ഇതിന്റെ ഓരോന്നിന്റെ വർഷമാണ്. അപ്പം ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ഡയറക്റ്റ്ലി അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനിവിടെ വർഷം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് 1999 SGSY തുടങ്ങുന്നത്, RLEGP തുടങ്ങുന്നത് 1983 NREG ആക്ട് വരുന്നത് 2005 6 അത് നിലവിൽ വരുന്നത്. SJSRY സ്വർണ്ണ ജയന്തി സ്വരോസ്ഗാർ യോജന 1997. കഴിവതും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക, ഔട്ട് ഓഫ് സിലബസ് ആണ്, ചോദിക്കാൻ സാധ്യത കുറവാണ്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പോവർട്ടി എലിവേഷൻ പ്രോഗ്രാമിനെ കുറിച്ചാണ് ചോദ്യം. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്താണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്, PYQ ആണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. സോ നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ചൊരു മാറ്റം അല്ലേ, ഈ ഒരു പോവർട്ടി കുറയ്ക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് വലിയ രീതിയിൽ ആ ഒരു മാറ്റം കാണാനായിട്ട് പറ്റില്ല. അപ്പം അതിൻ്റെ ഒരു 3 പ്രധാനപ്പെട്ട ഏരിയാസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ഈ പറയുന്നിരിക്കുന്ന പോലെ ലാൻഡ് പല ആൾക്കാരിൽ പലതായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഈ പ്രോഗ്രാമുകൾ എല്ലാവരിലും ഒരുപോലെ അല്ല എത്തുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, അതായത് കറപ്ഷനൊക്കെ നല്ല രീതിക്ക് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് അങ്ങനെ എഴുതുക. ഇനി അടുത്ത 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, റൂറൽ അർബൻ പോവർട്ടിയുടെ വ്യത്യാസം എന്ത്? അപ്പോൾ റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയാസിലേക്ക് പോവർട്ടി പോയെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് ശരിയാണോ എന്നുള്ള 2 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം കേട്ടോ. ആദ്യം നമുക്ക് റൂറൽ പോവർട്ടി അർബൻ പോവർട്ടി നോക്കാം. അപ്പോൾ റൂറൽ പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും ഈ ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ആണ് കാണാൻ പറ്റുന്നത്. ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതായത് ആൾക്കാർ പാടത്തൊക്കെ പണിയെടുക്കും. അപ്പോൾ 10 പേര് ചെയ്യേണ്ട ജോലി അവിടെ 15 പേരായിരിക്കും ചെയ്യുന്നത് അല്ലേ, ബാക്കി 5 പേര് വെറുതെ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ നല്ല കഴിവുള്ള ആൾക്കാർ വരെ കൃഷിപ്പണി എടുക്കുന്ന അവസ്ഥയൊക്കെ റൂറൽ ഏരിയാസിൽ കാണാൻ പറ്റും. എഡ്യൂക്കേഷൻ ഇല്ല, എംപ്ലോയ്മെൻ്റ് ഇല്ല, സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ അവർക്ക് വളരെ കുറച്ച് മാത്രം, അല്ലെങ്കിൽ മിക്കവാറും എല്ലാ ആൾക്കാരും എന്തായിരിക്കും, അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയോ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അർബൻ പോവർട്ടിയുടെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ കൂടുതലും നമുക്ക് നല്ല കഴിവുള്ള ആൾക്കാർക്ക് ജോലി ഇല്ലാത്തതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റും ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റും കണ്ടാൽ മനസ്സിലാവും അല്ലേ. പിന്നെ എഡ്യൂക്കേഷൻ, ഡ്രിങ്കിങ് വാട്ടർ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം നല്ല ജീവിത നിലവാരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം അസറ്റ്സും ഉണ്ടായിരിക്കും. പക്ഷേ പോവർട്ടി റൂറൽ ഏരിയാസിൽ നിന്ന് ഇപ്പോൾ അർബൻ ഏരിയാസിലേക്ക് പോയിട്ടുണ്ടെന്നുള്ള കാര്യം അവിടെ പറയാം കേട്ടോ. അവിടെ അത് പ്രത്യേകം എടുത്ത് പറയാം. അതായത് 1973-74 80% കൂടുതൽ ആൾക്കാർ പൂവറായിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്ന റൂറൽ ഏരിയയിലാണ്. പക്ഷെ 1999-2000 ആകുമ്പോഴത്തേക്കും അത് 75% കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് റൂറലിൽ നിന്ന് അർബൻ ഏരിയാസിലേക്ക് പോയി എന്നുള്ള കാര്യം വ്യക്തമാണ് കേട്ടോ. അതായത് 1990-കളിൽ ഈ റൂറൽ ഏരിയാസിലുള്ള പൂറിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്, അർബൻ ഏരിയാസിൽ അത് കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ റൂറൽ ഏരിയാസിൽ 80 ആയിരുന്നത് എത്രയായിട്ട് കുറഞ്ഞു? 75% കുറഞ്ഞു എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിന്റെ ഫുൾ ഫോം എഴുതാനാണ്. PMRY നിങ്ങൾക്കറിയാം, പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയാണ് അല്ലെ, പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന. SGRY എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന, സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന. NSS നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചു. SJSRY സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. JGSY എന്ന് പറയുമ്പോൾ ജവഹർ ഗ്രാം സമൃദ്ധി യോജന. ഓക്കെ, ഫുൾ ഫോം എല്ലാം നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതല്ലാണ്ട് ഇത് തുടങ്ങിയ വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മിഡ് ഡേ മീൽ സ്കീം MDMS തുടങ്ങിയത് 1995. ആം ആദ്മി ബീമാ യോജന ഇതൊന്നും ഡയറക്റ്റ്ലി കൊടുത്തിട്ടില്ല. മിഡ് ഡേ മീൽ സ്കീം എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ആം ആദ്മി JLN, NURM, ഭാരത് നിർമ്മാൺ, വാംബെ ഇതിൻ്റെ എല്ലാ വർഷങ്ങൾ കേട്ടോ. 2005 ഇത് 2005 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് 2005 സ്റ്റാർട്ട് ചെയ്തതാണ്. 2005. അതുപോലെ വാംബെ പറഞ്ഞിരിക്കുന്ന പോലെ 2001 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ വർഷങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. അതുപോലെ തന്നെ നമ്മുടെ വില്ലേജ് പോവർട്ടി എങ്ങനെ നമുക്ക് കുറയ്ക്കാം അതിനെക്കുറിച്ചിട്ടൊരു സൊല്യൂഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് എ നമ്പർ ഓഫ് ആന്റി പോവർട്ടി പ്രോഗ്രാംസ്. ഡു യു തിങ്ക് ദാറ്റ് ദീസ് ആന്റി പോവർട്ടി പ്രോഗ്രാംസ് ആർ സഫിഷ്യന്റ് ഫോർ റെഡ്യൂസിങ് അവർ കൺട്രീസ് പോവർട്ടി? അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് പോവർട്ടി, അത് തന്നെയാണ് ഇവിടെയും പറയേണ്ടത് കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെയാണ് നമുക്ക് ഇവിടെയും പറയേണ്ടത്. കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് വരുന്നുണ്ട്.
അതായത് ഗവൺമെന്റ് പ്രധാനമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആന്റി പോവർട്ടി മെഷേഴ്സ് പ്രോഗ്രാമുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, REGP, PMRY, SJSRY, SJSY, മൻരേഗ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാംസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മുടെ ഇന്ത്യയിൽ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് നടക്കുന്നത്. കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഇതൊന്നും കറക്റ്റായിട്ട് ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്നുള്ളത്, അല്ലേ? ഇതൊന്നും ആൾക്കാർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കറപ്ഷൻ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ലോക്കൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഇതിനകത്ത് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ലോക്കൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം ഈ പറയുന്ന നമ്മുടെ പോവർട്ടി ലൈനിന് താഴെ നിൽക്കുന്ന ആൾക്കാരെ ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം, ഒരു സോഷ്യൽ എക്സ്ക്ലൂഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ, സോഷ്യൽ എക്സ്ക്ലൂഷൻ. അപ്പോൾ അതൊക്കെ നമുക്ക് പറയാം. അടുത്തതാണ്ട് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ വേരിയസ് മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ആന്റി പോവർട്ടി മെഷേഴ്സിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു 3 കാര്യമാണ് നമ്മൾ പഠിച്ചതാണ് പറയേണ്ടത്. 1, ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് എടുത്തിട്ടുണ്ട്. 2, ഇൻകത്തെ ബേസ് ചെയ്തിട്ടുള്ള ഇൻകോ എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന. 3ാമതായിട്ട് ആൾക്കാരുടെ ഒരു ബേസിക് ഫെസിലിറ്റീസ്, അല്ലേ? ഇപ്പോൾ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDP കൂട്ടുക എന്നുള്ളതാണ്, അല്ലെ? പെർ ക്യാപിറ്റ ഇൻകം കൂട്ടി അതുവഴി പാവത്തങ്ങളെ മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതുപോലെ ഇൻകം എംപ്ലോയ്മെന്റ് പറയുമ്പോഴത്തേക്കും പ്രോഗ്രാം കൂടുതലും ഈ ഫുഡ് ഫോർ വർക്ക്, RLEGP, PMRY, SJSRY പോലത്തുള്ള പ്രോഗ്രാമുകളിലാണ് കൂടുതലും അവർ നോക്കുന്നത്. അപ്പോൾ അതാരായിരുന്നു ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചത്? ഖാദി ആൻഡ് വില്ലേജ് കമ്മീഷൻസ്, അല്ലെ? ഖാദി ആൻഡ് വില്ലേജ് കമ്മീഷൻസ് ആയിരിക്കും അത് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമുകളും കൊണ്ടുവന്നിട്ടുണ്ട്, SJSRY, മൻരേഗ പോലത്തുള്ള പദ്ധതികൾ. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 15 ഓഗസ്റ്റ് 1983, വർഷമൊന്നും പഠിക്കേണ്ട, നമ്മുടെ ടെക്സ്റ്റ് കൊടുത്തിട്ടില്ല. ഇതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. 2 തരത്തിലുള്ള പ്രോഗ്രാം ഉണ്ട്. സെൻട്രലി സ്പോൺസേർഡും ഉണ്ട്, സെൻട്രൽ സെക്ടറും ഉണ്ട്. സെൻട്രലി സ്പോൺസേർഡ് എന്ന് പറയുമ്പോൾ അവിടെ ഇവരും കൂടെ വരും. സെൻട്രൽ സ്പോൺസർ ചെയ്യുന്നേ ഉള്ളൂ, അവിടെ 2 പേരും ഉണ്ട്, അതായത് സ്റ്റേറ്റും ഉണ്ട് സെൻട്രും ഉണ്ട്. സ്റ്റേറ്റും ഉണ്ട് സെൻട്രും ഉണ്ട്. അതിനെയാണ് നമ്മൾ സെൻട്രലി സ്പോൺസേർഡ് എന്ന് പറയുന്നത്. ഇനി സ്റ്റേറ്റ് സെൻറ്റർ മാത്രം വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക, സെൻട്രൽ സെക്ടർ സ്കീം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. PMRY എന്ന് പറയുമ്പം ഈ ഒരു വർഷമാണ്, 1 ഏപ്രിൽ 2000 കൊണ്ടുവന്നത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വീട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ICDS, മിഡ് ഡേ മീൽ സ്കീം, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു റിവിഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്നുകൂടെ ഏതെങ്കിലും ക്വസ്റ്റ്യനൊക്കെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എടുത്ത് വെച്ച് ചെയ്ത് നോക്കുക. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.